Welcome to BSc Main Physics, Semester 5, class number 26. And this is paper 3 electronics, semester 5. And today the topic is DC load line problem. DC load line problem, class number 26, paper 3 electronics, BSc Main Physics, unit 3 transistors. So at first we can say what is use of load line. എന്താണ് ലോഡ് ലൈനിൻ്റെ ഉപയോഗം? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ടിവിടെ പറയുകയാണ്. യൂസ് ഓഫ് ലോഡ് ലൈൻ ഫോർ ദി അനാലിസിസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇറ്റ് ഈസ് നീഡഡ് ടു നോ, ഇറ്റ് ഈസ് നെസസറി ടു നോ ദ വാല്യൂ ഓഫ് IC and VCE. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ പെർഫോമൻസ് പഠിക്കാൻ നമുക്ക് IC VCE വാല്യൂ അറിയണം അണ്ടർ ക്യൂസൻ കണ്ടീഷൻ, ക്യൂ പോയിന്റിൽ. ദാറ്റ് ഈസ് അണ്ടർ സീറോ സിംഗിൾ കണ്ടീഷൻ ഫോർ ദി ഗിവൺ വാല്യൂസ് ഓഫ് IB, RL and VCC. These values can be determined easily by the load line analysis. ഇപ്പോൾ ലോഡ് ലൈൻ അനാലിസിസിലൂടെ നമുക്ക് ഈ വിലകളെല്ലാം കണ്ടുപിടിക്കാം. IB, RL, VCC വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അതാണ് പ്രധാനപ്പെട്ട യൂസ്. These values can be determined easily using the load line analysis. In other words, the DC load line helps us to find the Q point, the operating point of the transistor amplifier. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ Q പോയിന്റ്, ക്യൂസൻ പോയിന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാൻ DC ലോഡ് ലൈൻ നമുക്ക് പ്രയോജനപ്പെടും. അതാണ് യൂസ്. പിന്നെ ഒരു AC ലോഡ് ലൈൻ എന്ന് പറയുന്നൊരു ലോഡ് ലൈൻ ഉണ്ട്. അതായത് ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നൽ കൊടുത്ത് ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ പറയുന്ന ഒരു ലോഡ് ലൈനാണ് AC ലോഡ് ലൈൻ. അത് ഈ ചിത്രത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് AC ലോഡ് ലൈൻ ഏതാണെന്ന്. ഇവിടെ രണ്ട് ലൈൻ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഈ ഗ്രാഫിൽ ലോഡ് ലൈൻ വരയ്ക്കുന്ന ഗ്രാഫിൽ അത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സാണ് വരയ്ക്കുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ VCE X ആക്സിലും IC Y ആക്സിലുമാണ് ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന കോർഡിനേറ്റ് വാല്യൂസ്. അതിൽ AB എന്ന് പറയുന്ന ലൈൻ നമുക്കവിടെ കാണാം. ഇവിടെ A എന്നുള്ളത് താഴെയാണ് മാർക്കിയിരിക്കുന്നത്. AB ലൈൻ, ഈ കേസിൽ A ആണ് കട്ട് ഓഫ് പോയിന്റ്, B ആണ് സാച്ചുറേഷൻ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് AB. അപ്പോൾ അതിന് മിഡ് പോയിന്റ് ആയിരിക്കും മിക്കവാറും ഈ ക്യൂസൻ പോയിന്റ് Q എന്ന് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി മറ്റൊരു ലൈൻ ഈ പടത്തിൽ വരച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ A', B' എന്ന് വിളിച്ചിരിക്കുകയാണ്. A', B' ആ സ്ലോപ്പ് കൂടുതലുള്ള ലൈൻ, അതിനെ വിളിക്കുന്നവരുടെ AC ലോഡ് ലൈൻ. അപ്പോൾ ലോഡ് ലൈൻ ശരിക്കും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് DC ലോഡ് ലൈൻ, രണ്ടാമത്തെ AC ലോഡ് ലൈൻ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ DC ലോഡ് ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം -1/RC ആണ്. RC മാത്രം ഇട്ടാണ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യല്ല, അതിൻ്റെ ആ ബയസ് നടത്തുമ്പോൾ നമ്മൾ DC വോൾട്ടേജ് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. AC കൊടുക്കുമ്പോൾ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് കൂടി വരും. AC കൊടുത്ത് ആംപ്ലിഫയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു അഡീഷണൽ റെസിസ്റ്റൻസ് വരും, അതായത് RL, ലോഡ് റെസിസ്റ്റർ. അപ്പോൾ എഫക്റ്റീവ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RS എന്ന് പറയും. RSയുടെ വാല്യൂ RC പാരലൽ RL ആണ്. അത് RC × RC + RL. അപ്പോൾ RCക്ക് പാരലായിട്ട് RL ഇട്ട് നമ്മൾ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ, ACയിൽ വർക്ക് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും, RSC കുറവായിരിക്കും. കാരണം രണ്ട് പാരലൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ, എഫക്റ്റീവ് വാല്യൂ എപ്പോഴും RCയേക്കാളും RLയേക്കാളും കുറവായിരിക്കും. അപ്പോൾ പുതിയ സ്ലോപ്പ് എന്താണ്? -1/RC ആയിട്ട് മാറും, RAC ആയിട്ട് മാറും. ഇപ്പോൾ RC RL പാരലൽ വരുമ്പോൾ, ആംപ്ലിഫയർ വരുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RAC, അത് -1/RAC, RC പാരലൽ RL ആവും. അപ്പോൾ നേരത്തെയുള്ള സ്ലോപ്പായ -1/RCയേക്കാൾ കൂടുതലായിരിക്കും -1/RAC. RAC കുറവാകുമ്പോൾ പിന്നെ റെസിപ്രോക്കൽ കൂടുമല്ലോ. അപ്പോൾ RAC കുറവായതുകൊണ്ട് 1/RAC കൂടുതലായിരിക്കും. അപ്പോൾ സ്ലോപ്പ് കൂടുതലുള്ള ലൈൻ, നെഗറ്റീവ് സ്ലോപ്പാണ്. -1/RAC സ്ലോപ്പ് കൂടുതലുള്ള ഒരു ലൈൻ കൂടി നമുക്ക് വരയ്ക്കാൻ പറ്റും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ. ആ ലൈനിന് A', B' എന്ന് പറയും.
അതാണ് എ സി ലോഡ് ലൈൻ. എന്താണ് എ സി ലോഡ് ലൈനിൻ്റെ സെൻറ്റൻസ് നോക്കാം നമുക്ക്. ഇനി പ്രാക്ടിക്കൽ ആംപ്ലിഫയർ, അതായത് നമ്മൾ ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ, ഇനി പ്രാക്ടിക്കൽ ആംപ്ലിഫയർ ദ ലോഡ് ഈസ് നോട്ട് എ സിംഗിൾ റെസിസ്റ്റർ ലൈക്ക് RL അല്ലെങ്കിൽ RC, ഒറ്റ റെസിസ്റ്റർ അല്ല പ്രാക്ടിക്കലിൽ. In such a case, the AC load is found by equivalent impedance of all the circuit component in the collector circuit. കളക്ടർ സർക്യൂട്ടിലെ എല്ലാ കമ്പോണൻറ്റിൻ്റെയും ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പഡൻസ് ആണ് കണക്ക് കൂട്ടുന്നത്. അത് RC പാരലൽ RL എടുക്കുന്ന രീതി. If RAC is the equivalent impedance between the collector to emitter, the load line with the load RAC, the load line with the load RAC instead of RL is called load line. അപ്പോൾ RAC ലോഡ് വരുന്ന അല്ലെങ്കിൽ -1/RAC സ്ലോപ്പ് വരുന്ന ലൈൻ, അതിനെയാണ് നമ്മൾ AC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് സ്ലോപ്പ് ഈസ് -1/RAC. With the capacitance coupling, the slope of the load line A', B' is always less than that of the DC load line AB. ഇവിടെ ഈ സ്ലോപ്പ് A', B' സ്ലോപ്പ് കുറവെന്ന് പറയാൻ കാര്യം ആ ചിഹ്നം മാറ്റി പറയുമ്പോഴാണ്. -1/RAC എടുക്കുമ്പോൾ അല്ലെങ്കിൽ 1/RAC എടുക്കുമ്പോൾ 1/RAC വലുതാണ്. ആ ചിഹ്നം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ സ്ലോപ്പിൻ്റെ ആ ലെസ് ദാൻ എന്ന് പറയുന്നത്. AC ലോഡ് ലൈന് തീർച്ചയായിട്ടും സ്ലോപ്പ് കൂടുതലാണ്, അതിൻ്റെ സ്ലോപ്പ് 1/RAC ആണ്. DC ലോഡ് ലൈനിൻ്റെ 1/RC ആണ്. RAC RCയേക്കാൾ കുറവായതുകൊണ്ട് സ്ലോപ്പ് എപ്പോഴും കൂടുതലായിരിക്കും. ആ നെഗറ്റീവ് വാല്യൂ കൂടി ചേർത്താൽ നമുക്ക് തിരിച്ച് പറയാം, കൂടുതലുള്ളതെന്ന് കുറവെന്ന് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിത്ത് കപ്പാസിറ്റൻസ് കപ്ലിംഗ് ദ സ്ലോപ്പ് ഓഫ് AC ലോഡ് ലൈൻ A', B' is always less than that of DC load line. അത് മൈനസ് സൈൻ കൂടി കണക്കിലെടുത്താൽ, മൈനസ് സൈൻ പരിഗണിച്ചില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ AC ലോഡ് ലൈനിൻ്റെ സ്ലോപ്പ് കൂടുതലാണെന്ന്. The Q point is the point of intersection of AC and DC load lines. AC ലോഡ് ലൈൻ, BC ലോഡ് ലൈൻ അവ രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് Q, അതിനെയാണ് നമ്മൾ Q പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ AB ആണ് DC ലോഡ് ലൈൻ, A', B' ആണ് AC ലോഡ് ലൈൻ. AC ലോഡ് ലൈന് ന്യൂമറിക്കലി സ്ലോപ്പ് കൂടുതലാണ്. ഇനി നമ്മൾ ലോഡ് ലൈൻ്റെ പ്രോബ്ലം വളരെ സിമ്പിളാണ്. പക്ഷേ ഡയഗ്രാം കാണുമ്പോൾ ചില വിചാരിക്കും പ്രയാസമുള്ള പ്രോബ്ലം ആണെന്ന്. പക്ഷേ എല്ലാ പ്രോബ്ലവും സിമ്പിളാണ്. For the circuit shown below, draw the DC load line. താഴെ കാണുന്ന സർക്യൂട്ടിന് DC ലോഡ് ലൈൻ വരയ്ക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. അവിടെ പിന്നെ ബേസ് ബയസ് ഒരു ബാറ്ററി ഉണ്ട് VBB, പിന്നെ കളക്ടർ ബയസ് VCC ബാറ്ററി ഉണ്ട്. ആ VCC ബാറ്ററി 12.5 വോൾട്ട് ആണ്. VBB തന്നിട്ടില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് VI കൊടുക്കുകയാണ്, ഔട്ട്പുട്ടിൽ RC ഉണ്ട്. ഇവിടെ ലോഡൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതൊരു പിന്നെ സ്പെസിഫിക് ഡയഗ്രാം, നമ്മുടെ തിയറി പഠിക്കാനുള്ള ഡയഗ്രാം. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയല്ല ഡയഗ്രാം. പ്രാക്ടിക്കലായിട്ട് നമ്മൾ 2 ബാറ്ററി ഉപയോഗിക്കാറില്ല, ഒറ്റ ബാറ്ററി ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകം കണക്ഷൻ ഉണ്ട് അതിന്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കി DC ലോഡേയും വരയ്ക്കുക. RC ആണ് കളക്ടർ ലോഡ്, പിന്നെ ബാറ്ററി VCC ആണ്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ്. ഇതിൻ്റെ DC ലോഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ സിംപിളി ഇത് പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാവുന്ന ടൈപ്പാണ്. ഇവിടെ നോക്ക്, ഇതാണ് ആൻസർ ഇപ്പോൾ തന്നെ മാറുകയാണ്. അതായത് നമ്മൾ X ആക്സിസിൽ VCE വരക്കണം, Y ആക്സിസ് IC വരക്കണം, ഒരു സ്ട്രേറ്റ് ലൈൻ AB വരക്കണം. താഴത്തെ വാല്യൂ നമുക്കറിയാലോ VCE മാക്സിമം. ആ VCയുടെ വാല്യൂ ഈ കറണ്ട് 0 ആകുമ്പോൾ അത് VCC ആയിരിക്കും. VCC ഈ കട്ട് ഓഫ് പോയിന്റിൽ VCE എന്ന് പറയുന്നത് VCC ആണ്. അത് തന്നിരിക്കുന്ന ബാറ്ററി വോൾട്ടേജ് 12.5. അപ്പോൾ താഴത്തെ പോയിന്റ് അപ്പം തന്നെ മാർക്ക് ചെയ്യാം. പിന്നെ മുകളിൽ
മുകളിൽ എയിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ എ ബി ആണ് ഡി സിയിലൂടെ. എയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഐ സി സാച്ചുറേഷൻ ആണല്ലോ, അത് വി സി സി ബൈ ആർ സി ആണ്. ആർ സി അതിനകത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് ആർ സി തന്നിരിക്കുന്നത്? 2.5. അപ്പോൾ 12.5 ബൈ 2.5 5 മില്ലി ആംപിയർ. അതാണ് എയിലെ പോയിന്റ്. ഈ രണ്ട് പോയിന്റും യോജിപ്പിച്ചാൽ കിട്ടുന്ന ലൈനാണ് ഡി സിയിലുള്ള ലൈൻ. അപ്പോൾ അതിൽ കാൽക്കുലേഷൻ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. കാൽക്കുലേഷൻ മനക്കണക്കായിട്ട് ചെയ്യാവുന്ന കാൽക്കുലേഷനുകൾ. ആ ലോഡ് ലൈൻ ഇക്വേഷൻ ഈസ് ഐ സി ഇസ് -1 ബൈ ആർ സി വി സി സി പ്ലസ് വി സി സി ബൈ ആർ സി. നമ്മൾ പഠിച്ചതാണ്. അറ്റ് സാച്ചുറേഷൻ പോയിന്റ് ആണ്. സാച്ചുറേഷൻ പോയിന്റ് എ ആണ് സാച്ചുറേഷൻ പോയിന്റ്. മാക്സിമം കറണ്ട് വരുന്ന പോയിന്റാണ്. വി സി ഈക്വൽ 0. ദെർഫോർ ഐ സി ഈക്വൽ വി സി സി ബൈ ആർ സി. 12.5 by 2.5. 12.5 by 2.5. That is 5 MA. 5 MA. And at the cutoff point, IC is 0. Therefore, VCE equal to VCC 12.5 volt. പവർ രണ്ടും ചേർത്ത് ലൈൻ വരച്ചാണ്. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് തന്നെയാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം, അത് സർക്യൂട്ട് ഡയഗ്രാം എന്ന് വായിക്കുക. ഇൻ ദ സർക്യൂട്ട് ഡയഗ്രാം ഷോൺ ബിലോ ഡ്രോ ദി ഡി സി ലോഡ് ലൈൻ ആൻഡ് ഫൈൻഡ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇഫ് സീറോ സിഗ്നൽ ബേസ് കറണ്ട് ഈസ് 20 മൈക്രോ ആംപിയർ, ബീറ്റ ഈസ് 50. അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് ഒന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു ബീറ്റ തന്നിട്ടുണ്ട്. ഐ ബി തന്നിട്ട് ഐ സി തന്നിട്ട് വേണം ആ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഇവിടെ ബാറ്ററി വോൾട്ടേജ് നമുക്ക് 12 വോൾട്ടാണ്. ലോഡ് 6K ആണ്. 6K. പിന്നെ ഒരു ബാറ്ററി ബി ഉണ്ട്, ബി ഐ ഉണ്ട്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കറണ്ട് കണ്ടുപിടിക്കും. ഇവിടെ പറയുന്നുണ്ടൊരു കാര്യം. ഫോർ ദ പോയിന്റ് എ, ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കാരണം ഡി സി ലോഡ് ലൈൻ ആൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഫോർ ദ പോയിന്റ് എ ഐ സി ഈക്വൽ വി സി സി ബൈ ആർ സി 12/6 2 MA. ഫോർ പോയിന്റ് ബി സി ഇ ഈക്വൽ വി സി സി 12 വോൾട്ട് എന്ന് പറഞ്ഞല്ലോ. ആ ബി എന്ന് പറഞ്ഞാൽ അത് കട്ട് ഓഫ് പോയിന്റ് ആണ്. അവിടെ മാക്സിമം വോൾട്ടേജാണ് 12 വോൾട്ട്. ലോഡ് ലൈൻ ഐ സി ഇസ് ഈക്വൽ ടു -1 ബൈ ആർ സി വി സി പ്ലസ് വി സി സി ബൈ ആർ സി. അത് ലോഡ് ലൈൻ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ് കാരണം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ക്യൂ പോയിന്റ് കാണാൻ പോകുന്നു. ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ പോയിന്റ് ഈസ് ക്യൂ വി സി ക്യൂ ഐ സി ക്യൂ. അങ്ങനെ എഴുതാം കേട്ടോ. ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂ വി സി ക്യൂ ഐ സി ക്യൂ ബ്രാക്കറ്റ് എഴുതാം. ഐ ബി ഇസ് 20 മൈക്രോ ആംപിയർ. മൂന്നാമതുണ്ട് ഐ ബി ഗിവൺ ഐ ബി 20 മൈക്രോ ആംപിയർ. That is 0.02 milliampere. B is equal to beta is IC by IB. IB എന്നുള്ളത് തെളിച്ചെഴുതണം. That is IC equal to, which gives IC is beta IB 50 into 0.02. That is 5 into 0.2 1 MA. 1 MA എന്ന് വരും. This is ICQ. ആ 1 MA കിട്ടിയ ICQ ആണ്. Put this ICQ in equation number 1, that is -1/6 BCE plus 12/6 1 is equal to -1/6 BCE plus 12/6. That is 1 is equal to minus BCE by 6 plus 2.
That is minus VC 6 is equal to minus 1. VC 6 volt. That is VCQ is 6 volt. അതാണ് പടത്തിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യൂയിൽ VCIC ആണ് 6 വോൾട്ട് 1 mA. സാച്ചുറേഷൻ പോയിന്റ് 2 mA ആണ്. കട്ട് ഓഫ് പോയിന്റ് 12 വോൾട്ട് ആണ്. ഇതാണ് ഗ്രാഫ്. ആ ഗ്രാഫാണ് ഉത്തരം. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ പിന്നെ ക്യൂ പോയിന്റ് കിട്ടി. That is all with your 26th lecture on electronics. We continue our class. Thank you very much.